ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പൗത്രനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്നേഹവന്ദനം. കഴിഞ്ഞ ഭാഗം 96 പ്രവൃത്തികൾ 14 അധ്യായം വാക്യം 20 ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ വിജാതീയരായ ലൂസ്ര നിവാസികളോട് സുവിശേഷം അറിയിച്ചു, അനേകരെ വിശ്വാസികളാക്കി തീർത്തുവെന്ന് നാം ധ്യാനിച്ചു. ഇന്ന് ഭാഗം 97 പ്രവൃത്തികൾ 14 അധ്യായം 21 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് അന്ത്യോക്യയിലേക്കുള്ള മടക്കയാത്രയായിട്ട് 14 അധ്യായം 21 തൊട്ട് 28 വരെ പ്രതിപാദിച്ചിട്ടുണ്ട്. വാക്യം 21, ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ചു, പലരെയും ശിഷ്യരാക്കിയ ശേഷം അവർ ലുസ്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്നീ പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു എന്ന് വായിക്കുന്നു. ആ പട്ടണത്തിലും എന്നത് ദർബയിലും അവർ സുവിശേഷം അറിയിച്ചു. അനേകർ ദൈവവചനം കേട്ട് മാനസാന്തരപ്പെട്ട് ശിഷ്യരായി തീർന്നു. അവിടെ ദൈവവചന ഘോഷണത്തിനുള്ള സാഹചര്യം അനുകൂലമായിരുന്നു. മറ്റൊരു വിധത്തിലുള്ള എതിർപ്പും അവിടെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അവർ വീണ്ടും ലൂസ്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്നീ പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്ന് വീണ്ടും സുവിശേഷം അറിയിച്ചു. അന്യജാതികളുടെ ഇടയിലും ക്രിസ്തുവിനെ അനുകരിക്കുവാൻ മടിക്കുന്നവരുടെ ഇടയിലും ദൈവവചനഘോഷണം നടത്തുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാകാം. എങ്കിലും എതിർപ്പുകൾ ഉണ്ടാകുമ്പോൾ ഭയന്ന് പിന്മാറുകയല്ല, ആത്മധൈര്യത്തോടുകൂടി അതിനെ അതിജീവിക്കുക എന്നതാണ് ഒരു സുവിശേഷകൻ്റെ ശരിയായ പ്രവൃത്തി അല്ലെങ്കിൽ ഉത്തരവാദിത്വം. കാരണം ശക്തി നൽകുന്നവനും കൂടെയിരിക്കുന്നവനും നമ്മിൽ വസിക്കുന്നവനും കർത്താവായ യേശു ക്രിസ്തു അത്രേ. ആയതിനാൽ കർത്താവിൻ്റെ ഹിതമല്ലാതെ ഒന്നും സംഭവിക്കുകയില്ല എന്ന വിശ്വാസം എപ്പോഴും ഉണ്ടായിരിക്കണം. കൂടാതെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയിൽ എപ്പോഴും പ്രവൃത്തിയിൽ വ്യാപൃതരായിരിക്കുകയും വേണം. അത് യഥാർത്ഥമായി അപ്പോസ്തലനായ പൗലോസ് പ്രഖ്യാപിച്ചു. ഗലാത്യലേഖനം 2:20, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാൻ അല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അതെ, രക്ഷ എന്നത് ഒരു മതമാറ്റമല്ല, ക്രിസ്തു ഹൃദയത്തിൽ വന്ന് വസിക്കുന്ന അനുഭവമാണ്, രൂപാന്തരത്തിൻ്റെ അനുഭവമാണ്. റോമാലേഖനം 8:10 പറയുന്നു, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നിമിത്തം ജീവനാകും. ഈ അനുഭവം ഓരോ സുവിശേഷകനും ഓരോ ദൈവവിശ്വാസിക്കും എപ്പോഴും ഉണ്ടായിരിക്കണം. അനേക കഷ്ടങ്ങളിലൂടെ കടന്നു ചെന്ന് സുവിശേഷത്തിൻ്റെ വെളിച്ചം ഇരുട്ടിൽ കഴിയുന്നവരെ പ്രകാശത്തിലേക്ക് നയിക്കുവാൻ പകർന്നു നൽകണം. ഭയത്തിന് അടിമയായ സുവിശേഷകൻ ഒരിക്കലും ദൈവഹിതപ്രകാരമുള്ള വചനശുശ്രൂഷ നിർവഹിക്കുവാൻ പ്രാപ്തനാവുകയില്ല. കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടാകും, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആയതിനാൽ ഭയരഹിതമായിട്ട് വചനശുശ്രൂഷ നടത്തണം. വെളിച്ചത്തിന് ഇരുട്ടിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. പുതിയ നിയമവിശ്വാസികളും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസീദാസന്മാരുമായിരുന്നു എന്ന് ഓർക്കണം. ആയതിനാൽ ദൈവിക വാഗ്ദാനങ്ങൾ കൃപയാൽ നമ്മുടെ അവകാശം തന്നെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നത് കൊണ്ട് മറ്റു മനുഷ്യരെ നാം ഭയപ്പെടേണ്ടതില്ല. ആയതിനാൽ ദൈവവചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് യെശയ്യാപ്രവചനം 41:10, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. യെശയ്യാപ്രവചനം 43:5 വീണ്ടും നാം വായിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. മത്തായിയുടെ സുവിശേഷം 10:28 പറയുന്നു, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കുവാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ. റോമാലേഖനം 8:15 പറയുന്നു, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അതിനാൽ നാം ഭയരഹിതമായ ജീവിതം, ആത്മധൈര്യത്തോട് ജീവിതം നയിപ്പാൻ ശ്രമിക്കണം. ബാക്കി 22 പറയുന്നു, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോയി. അപ്പോസ്തലന്മാരുടെ തിരിച്ചുവരവ്, അവർ എവിടെയെല്ലാം ദൈവവചനം അറിയിച്ചു,
എവിടെയെല്ലാം കഷ്ടതകൾ സഹിക്കേണ്ടി വന്നുമോ അവിടെയെല്ലാം വചനം കേട്ട് വിശ്വസിച്ച് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന വിശ്വാസ സമൂഹം പതറിയിരിപ്പാൻ സാധ്യതയുണ്ടാകാമായിരുന്നു. അവിടെ അവരെ വീണ്ടും പ്രബോധിപ്പിക്കുവാനും കർത്താവിൽ അവരെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിക്കുവാനും ദൈവരാജ്യത്തിലേക്ക് കടക്കേണ്ടതിന് അനേക കഷ്ടങ്ങൾ സഹിക്കണമെന്നും ഇഹത്തിലെ താൽക്കാലിക ജീവിതമല്ല പിന്നെയോ നിത്യജീവൻ പ്രാപിച്ച് വിശ്വാസത്തിൽ അനുദിനം ബലപ്പെട്ട് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കണമെന്നുള്ള ആത്മധൈര്യം അവർക്ക് പകർന്നു കൊടുക്കും. ആയതിനാൽ ഇന്നും സുവിശേഷകൻ സ്വയം ആ വിശ്വാസത്തിൽ ബലപ്പെട്ടവനായിരിക്കണം. കൂടാതെ വിശ്വാസത്തിലേക്ക് വന്ന പുതുവിശ്വാസികളെ വിശ്വാസത്തിൽ സ്ഥിരത വരുവാനായിട്ട് അവരെ പ്രബോധനത്തിലും പ്രാർത്ഥനയിലും ശക്തീകരിക്കേണ്ടതും ആവശ്യമത്രേ. അനേക കഷ്ടങ്ങളിൽ കൂടി കടന്ന് വിശ്വാസത്യാഗം സംഭവിക്കാതെ വിശ്വാസി സ്വയം ക്രിസ്തുവിൻ്റെ പൂർണ്ണ കർത്തൃത്വത്തിന് വിധേയപ്പെട്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണം. ആയതിനാൽ തങ്ങളുടെ ഇഹലോക ജീവിത പാതയിലുടനീളം അനേക കഷ്ടങ്ങൾ സഹിക്കണം. ഒരു വിശ്വാസി ശത്രുതയുള്ള ഒരു ലോകത്തിൻ്റെ മധ്യത്തിലാണ് കഴിയുന്നത്. അതുകൊണ്ട് പാപത്തിനും സാത്താൻ്റെ ശക്തിക്കുമെതിരെ അനുദിനം ആത്മീയ പോരാട്ടത്തിൽ ഏർപ്പെടേണ്ടതാണ്. വിശ്വാസത്തിൻ്റെ പോരാട്ടത്തിൽ വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ നല്ല ഭടന്മാരായി കഷ്ടം സഹിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന 2 തീമോഥെയോസ് 2:3 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ക്രിസ്തു യേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. എഫേസ്യർ 6:12 വീണ്ടും പറയുന്നു: നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. റോമാലേഖനം 8:17 നാം വീണ്ടും വായിക്കുന്ന മക്കളെങ്കിലോ അവകാശികളുമാകും, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. 2 തെസ്സലോനിക്കർ 1:4-8 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു: അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിൻ്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു. അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും എന്നിങ്ങനെ ദൈവത്തിൻ്റെ നീതിയുള്ള വിധിക്ക് അടയാളമാകുന്നു. കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. ഇവിടെ ഓർക്കേണ്ടത്, ആരെങ്കിലും വാക്കിനാലോ പ്രവർത്തിയാലോ ക്രിസ്തുവിൽ നിലനിൽക്കാതെ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവരെ ന്യായവിധി ദിവസത്തിൽ ക്രിസ്തുവും തള്ളിപ്പറയുമെന്ന് തിരുവചനത്തിൽ ഓർമ്മിപ്പിക്കുന്നു. മത്തായി സുവിശേഷം 10:33 പറയുന്നു: മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എൻ്റെ പിതാവിൻ മുൻപിൽ ഞാനും തള്ളിപ്പറയും. 2 തീമോഥെയോസ് 2:12 പറയുന്നു: നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. തിരുവചനം അതിനാൽ നമ്മെ പ്രബോധിപ്പിക്കുന്നത്: 1. ക്രിസ്തുയേശുവിനോടും അവൻ്റെ വചനത്തോടും നീതിയുള്ള വഴികളോടും വിശ്വസ്തരായിരിക്കുന്നവർക്ക് കഷ്ടങ്ങളും ഞെരുക്കങ്ങളും ഈ ലോകത്തിൽ അനുഭവിക്കേണ്ടി വരും. 2 തീമോഥെയോസ് 3:12 എന്നാൽ ക്രിസ്തു യേശുവിൽ ഭക്തിയോട് ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. 1 തെസ്സലോനിക്കർ 3:7 പറയുന്നു: സഹോദരന്മാരെ, ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും നിങ്ങളുടെ വിശ്വാസം ഇതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു. ഫിലിപ്പിയ ലേഖനം 1:20 പറയുന്നു: അത് ദൈവം തന്നെ വെച്ചതാകുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവനുവേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. രണ്ടാമതായിട്ട്, കർത്താവിൻ്റെ വരവിൽ ഈ ലോകത്തിൻ്റെ ദോഷമുള്ള വ്യവസ്ഥിതിയെ അവൻ നീക്കിക്കളയുന്നതുവരെ ഈ ദുഷ്ടലോകവും അതിൻ്റെ വ്യാജ വ്യവസ്ഥിതികളും വ്യാജ വിശ്വാസികളും, അതായത് രോഗത്തോട് അനുരൂപപ്പെട്ട ജീവിതം നയിക്കുന്നവർ, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് എതിരാളികൾ ആയിരിക്കും. അതേസമയം യഥാർത്ഥ ദൈവവിശ്വാസിയുടെ പ്രത്യാശ സ്വർഗത്തിൽ വെച്ചിരിക്കുന്നു. 1 പത്രോസ് 1:5 പറയുന്നു: ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരു ദൈവവിശ്വാസിയുടെ പ്രത്യാശ ഈ ജീവിതത്തിലോ ഈ ലോകത്തിലോ അല്ല,
പിന്നെയോ യേശുക്രിസ്തു ആകുന്ന രക്ഷകനിലാണ് അവൻ്റെ ഭംഗം വരാത്ത പ്രത്യാശ. യോഹന്നാൻ്റെ സുവിശേഷം 14:1-3 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. 1 യോഹന്നാൻ 3:2-3 വാക്യങ്ങൾ പറയുന്നു, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകും. നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. വിശ്വാസിയുടെ നിത്യപ്രത്യാശയും ആശ്രയവും മറ്റു മനുഷ്യരിലോ ഭൗതിക സമ്പാദ്യങ്ങളിലോ പണത്തിലോ ആകരുത്. പിന്നെയും നമ്മുടെ ആശ്രയം ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലും ദൈവവചനത്തിലുമായിരിക്കണം. സങ്കീർത്തനം 20:7 പറയുന്നു, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. കഷ്ടതയിലും നമ്മൾ പ്രത്യാശയുള്ളവരായിരിക്കണം. കാരണം നമ്മൾക്ക് നിത്യജീവൻ പ്രാപിക്കാം. നമ്മൾക്ക് രക്ഷയുടെ പൂർത്തീകരണം കൃപയാൽ ഉണ്ട്. കാരണം നാം വീണ്ടും പുനർജീവിക്കും. നമുക്കൊരു നിത്യവാസത്തിനായിട്ടൊരു വാസസ്ഥലമുണ്ട് എന്ന പ്രത്യാശയുണ്ട്. യോഹന്നാൻ 14:2 എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. നമ്മുടെ മഹാദൈവവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ മഹത്വപ്രത്യാശയെക്കുറിച്ച് നമുക്ക് പ്രത്യാശയുണ്ട്. കർത്താവിനെ ആകാശത്തിൽ എതിരേൽക്കുവാൻ നാം അന്തരീക്ഷത്തിലേക്ക് എടുക്കപ്പെടും എന്ന പ്രത്യാശ നമുക്കുണ്ട്. 1 തെസ്സലോനിക്കർ 14:17 ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. യേശുവിനെ അവനായിരിക്കുന്നത് പോലെ തന്നെ നാം കാണുകയും നാം അവനെപ്പോലെ ആയിത്തീരുകയും ചെയ്യുമെന്ന പ്രത്യാശ നമുക്കുണ്ട്. 1 യോഹന്നാൻ 3:2 പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. നീതിയുടെ കിരീടവും തേജസ്സിൻ്റെ കിരീടവും ജീവൻ്റെ കിരീടവും നമുക്ക് ലഭിക്കും എന്ന പ്രത്യാശ നമുക്കുണ്ട്. പ്രിയരെ, ഈ നിത്യപ്രത്യാശയുള്ളവരായിട്ട് നാം നമ്മുടെ ജീവിതത്തെ എപ്പോഴും നയിക്കുവാൻ ശ്രമിക്കുക. നമ്മൾ ഇഹത്തിനുള്ളവരായിട്ടില്ല, കർത്താവിനുള്ളവരായിട്ട് ജീവിതം നയിക്കുവാൻ ശ്രമിക്കുക. ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മൾ ആനന്ദത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും ഇഹത്തിൽ ജീവിക്കും. ഇതിനപ്പുറമായിട്ടൊരു നിത്യരാജ്യം നമ്മൾ അവകാശമായി കർത്താവ് തരും. കർത്താവെ വിശ്വസ്തയോട് സ്നേഹിക്കുകയും കർത്താവിനെ ആദരിക്കുകയും അനുസരണത്തോട് നമ്മുടെ ജീവിതമായിരിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും നാം ആനന്ദിക്കുക, സന്തോഷിക്കുക. കർത്തൻ വേഗം വരും. നാം ഓരോരുത്തരെയും ചേർത്ത് കൊള്ളുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.